നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയ്യോ, അച്ഛൻ വന്നിരുന്നോ? അച്ഛൻ വരുമെന്ന് കരുതി ഇത്ര നേരം ഞാനിവിടെ കാത്തിരുന്നു. അച്ഛൻ വിളമ്പണ്ട, ഞാൻ വിളമ്പി തരാം. ബാക്കിയുള്ളവരൊക്കെ എവിടെ? സച്ചി അർച്ചനയും വന്നില്ലേ? അതിനിപ്പോ അർച്ചനയ്ക്കിപ്പോ കഴിക്കാനൊക്കെ എവിടെ നേരം? ഏത് നേരവും കുഞ്ഞിന്റെ പുറകെയല്ലേ അർച്ചന. ഇപ്പൊ ഈ വീട്ടിലെ ഒരു കാര്യം അവള് ശ്രദ്ധിക്കുന്നില്ല. സദാസമയം കുഞ്ഞിന്റെ പുറകെ ഇങ്ങനെ നടന്നാ ബാക്കിയുള്ളൊരു പട്ടിണിയാവുകയേ ഉള്ളൂ. അർച്ചനയുള്ളതുകൊണ്ടാ ജോലിക്കാരിയെ പറഞ്ഞു വിട്ടത്. ഇന്ന് രാവിലെ ആഹാരം കഴിച്ചത് 9 മണി കഴിഞ്ഞിട്ടാ. BP ലോ ആവുന്നതുകൊണ്ട് എനിക്ക് നേരത്തെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ തലയും കറങ്ങും. അർച്ചനയോട് പറഞ്ഞത് മനസ്സിലാവണ്ടേ? എങ്കി അടുക്കള ജോലിക്കായി നിന്ന് അമ്പിളിയെ തിരിച്ചു വിളിക്കാം. അതൊന്നും വേണ്ടച്ചാ. ഇവിടെ ഇപ്പോ ജോലിക്കാരുടെ ആവശ്യമൊന്നുമില്ല. അർച്ചനയോട് അച്ഛനൊന്ന് പറഞ്ഞാ മതി, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയ ശേഷം കുഞ്ഞിന്റെ പുറകെ പോവാൻ. ഈ സ്ഥിതി ഇങ്ങനെ തുടർന്നാ ഇവിടെ എല്ലാരും പട്ടിണിയാവുകയുള്ളൂ. അതുകൊണ്ട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ മാത്രം മതി. അർച്ചന കുഞ്ഞിന്റെ പുറകെ പോകുന്നോണ്ട് അടുക്കളയിലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെന്നാണോ അവന്തിക പറഞ്ഞു വരുന്നത്? അതെ, നേരത്തും കാലത്തും എന്തേലും വെച്ചുണ്ടാക്കാൻ അച്ഛനൊന്ന് പറയണം. കുഞ്ഞ് ഈ കുടുംബത്തിലെ, അതിലുപരി ആതിരയുടെ ചേച്ചിയും. അപ്പൊ അർച്ചനയോട് എങ്ങനെ പറയൂ ഇതൊക്കെ? ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താന്ന് വെച്ചാ അവന്തിക അടുക്കളപ്പണിയൊക്കെ നോക്ക്, അർച്ചന കുഞ്ഞിനെ നോക്കട്ടെ. അടുക്കള ജോലിക്ക് അവിടെ ആള് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അതന്വേഷിക്കണ്ടല്ലോ. എന്താ, അവന്തിയെ കൊണ്ട് പറ്റില്ലേ? പറ്റും. അതിനായിട്ട് ഇനി മറ്റാരും വേണമെന്നൊന്നുമില്ല. നിനക്ക് BP-യുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്ക്. കുഞ്ഞിനെ നോക്കുക എന്ന് പറഞ്ഞ നിസ്സാരമായൊരു കാര്യമല്ല. പിന്നെ അർച്ചനയോട് കർശനമായി അടുക്കള ജോലി ചെയ്തേ പറ്റുമെന്ന് എനിക്ക് പറയാനാവില്ല. അങ്ങനെ എനിക്ക് കർശനമായി പറയാൻ കഴിയുന്നത് നിന്നോടാണ്. കാരണം അർച്ചനയേക്കാൾ അത് പറയാൻ സ്വാതന്ത്ര്യം എനിക്കുള്ളത് നിന്നോടാണ്. അപ്പോ നാളെ മുതൽ അടുക്കള കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കിയാൽ മതി. ശരി. കൊള്ളക്കിളവൻ. ഇളയ മരുമോളെ പറഞ്ഞ ഇഷ്ടായിട്ടില്ല. അതാ നൈസായിട്ട് എല്ലാം എന്റെ തലയിൽ വെച്ചത്. ഇതിപ്പോ വെച്ച വെടി എന്റെ നെഞ്ചിലേക്ക് തന്നെയാണല്ലോ വന്ന് കൊണ്ടത്. മോളെ അവന്തികേ, എന്താച്ചാ? എനിക്ക് രാത്രിയിൽ കുറച്ച് ഫയല് നോക്കാനുണ്ട്. അതിനെന്താ, ഞാനും കൂടെ സഹായിക്കാച്ചാ. എനിക്ക് നോക്കാവുന്നേ ഉള്ളൂ. നീ രാത്രിയിൽ കുറച്ച് കട്ടൻ ചായ റൂമിലേക്ക് കൊണ്ടുപോവാ. അല്ലേല് ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അതാ. ശരി അച്ഛാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.